ഞാൻ ചോദിക്കുന്നത് ഇപ്പം അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഇന്ന ആളുകളിലേക്ക് മുഖ്യധാര മാധ്യമങ്ങൾ കൊടുത്തു. എൻ്റെ ഈ വിഷയങ്ങൾക്കകത്തുള്ള വിഷമം മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും എന്ന് പറയുന്നില്ല, ചിലരെങ്കിലും ഒരു നിലവിട്ട് പോയിട്ടില്ല എന്നുള്ള സംശയം ഞാൻ ചോദിക്കുക. ഞാൻ ചോദിക്കുന്നത് വെറുതെ അല്ല. ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തു. ഒരു മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ, അങ്ങേക്കും ആ കഥ അറിയാമല്ലോ, സ്റ്റേജിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തു എന്നാണ് കഥ അല്ലേ. എന്നോട് ഇത് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു കഥ കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊന്നും ബന്ധമില്ല, മാത്രമല്ല ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പുള്ളി അന്വേഷിച്ചതിന് ശേഷം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, എനിക്ക് തന്നെ അവരെ പരിചയമുണ്ട്, ഞാൻ അവരെ വിളിച്ചിട്ട് എനിക്കിത് നേരിട്ട് ചോദിക്കാൻ കഴിയില്ലോ, ഞാൻ ചോദിച്ചു രാഹുലിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നേരിട്ടറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വേദിയിൽ വെച്ച് മിസ്ബിഹേവ് ചെയ്തു എന്ന കഥ നിങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇല്ല എന്നവർ പറഞ്ഞു. നിങ്ങൾ പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഞാനും ജീവിതത്തിൽ ഒരു വേദിയിൽ പങ്കെടുക്കുകയോ ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹായ് ഹലോ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത ഒരാളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ആരോപണം പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ സ്ത്രീ ആണെന്നുള്ള പേര് അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട്, ആ സ്ത്രീക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർ വന്നിട്ട് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? അതും കഥയുടെ എൻ്റെ എന്താണ്? പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തു, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.